ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കട്ട്ലൈറ്റ് ആണ്. 4 മണി പലഹാരമാണ്. പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ചിക്കൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കട്ട്ലൈറ്റ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന അത്രയും നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ വേണ്ടത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 1/4 ടീസ്പൂൺ കുമിൻ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ സോയാ സോസാണ്. സോയാ സോസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു ബേ ലീവ്സ് വേണം. ഒരു ബേ ലീവ്സ് മാത്രം മതി. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. ഇനി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബോണിലായിട്ടുള്ള ചിക്കൻ ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അതൊന്ന് വേവിച്ചിട്ട് എടുത്ത ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. ചിക്കൻ വേവുന്ന ഒരു സമയം മതി, അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അങ്ങനെ ഇതവിടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്നും മാറ്റാം. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ പൊടിച്ചെടുത്താലും മതിയാവും. ഇനി വേറൊരു പാൻ വയ്ക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഗോൾഡൻ കളർ ആവണമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടാവും. എന്നിട്ട് അത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ്. കുഞ്ഞുമക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ ഈ മുളക് ചേർക്കണം എന്നില്ല. അത് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് 250 ഗ്രാം ചിക്കന് ഒരു വലിയൊരു സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് നോക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് മിക്സായി വന്ന ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുമിൻ പൗഡർ, എല്ലാം കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ മിക്സായി വന്നതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓയിൽ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. സ്കിപ്പ് ചെയ്യരുത്, ഇത് പ്രത്യേകം അതിലേക്ക് വേണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചിക്കൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചേർക്കുമ്പോൾ കടിക്കാനും കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റിന് കിട്ടുന്നത്. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ചേർക്കുന്നത് കേട്ടോ. അതിന് മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം നമ്മളുടെ മസാലക്കൂട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഒട്ടും തന്നെ ക്രാക്കില്ലാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്. ഇതുപോലെ എല്ലാതും ആക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എല്ലാതും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് മുക്കണം. അതുപോലെ തന്നെ മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുട്ടയിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് എങ്ങനെ ആക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ടും ചെയ്തെടുക്കാം. പക്ഷെ അത് പുറം ഭാഗം നല്ല ക്രിസ്പി കിട്ടുമെങ്കിലും ഉൾഭാഗം കുക്കായി വരണമെന്നില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ കട്ട്ലൈറ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൽ ഒട്ടും തന്നെ പിന്നോക്കാൻ പോവില്ല. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കുട്ടികൾക്കും